ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ നെക്സ്റ്റ് പോർഷനിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് നമ്മുടെ പാർട്ട് 5 കോർഡിനേഷൻ കോമ്പൗണ്ടുകളിലെ പാർട്ട് 5. അപ്പം ഓൾറെഡി നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ ആക്ടിവിറ്റി, അതായത് ദാറ്റ് ഈസ് ഐസോമറിസത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഐസോമറിസം, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഒപ്റ്റിക്കൽ ഐസോമറിസം എന്നൊരു കാര്യത്തെ കുറിച്ച് പറയാം. അപ്പൊ ഒപ്റ്റിക്കൽ ഐസോമറിസം നിങ്ങൾ ഓൾറെഡി ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഒപ്റ്റിക്കൽ ഐസോമറിസം ഇവിടെയും നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമറിസത്തെ കുറിച്ച് പറയുന്നു. എന്താണ് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് കോമ്പൗണ്ടുകൾ തമ്മിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഒന്നെങ്കിൽ റൈറ്റിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുള്ള കോമ്പൗണ്ടുകളെ, അതായത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റുമായിട്ടുള്ള ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയിൽ ഡിഫറൻസ് ഉള്ള രണ്ട് കോമ്പൗണ്ടുകളുടെ കേസിൽ അവയുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അതിൽ ഡിഫറൻസ് ഉള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക, വി കോൾ ഇറ്റ് ആസ് ഒപ്റ്റിക്കൽ ഐസോമറുകൾ എന്ന് പറഞ്ഞു വെക്കുക. അപ്പോ ഒരു കോമ്പൗണ്ട് ഒരു ഒപ്റ്റിക്കൽ ഐസോമർ ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞു വെക്കും, ദേ ഹാവ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജുകൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു വെക്കും. ഓക്കെ, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണുന്ന ഒരു ഒബ്ജക്റ്റ് നമുക്കറിയാം, ഈ ഒരു ഒബ്ജക്റ്റിന്റെ മിറർ, ഇവിടെ ഒരു മിറർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിന്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും അല്ലെ. അപ്പോ നമ്മൾ ഈ ഒരു ഇമേജിനെ, അതായത് ഈ മിറർ ഇമേജിനെ ഇവിടുന്ന് നേരെ പ്ലേസ് ചെയ്തിട്ട് ഇവിടുന്ന് നേരെ നമ്മൾ പിക്ക് ചെയ്തിട്ട് ഇതിന്റെ മുകളിലേക്ക് വെച്ചാൽ, ഈ പറയുന്ന കോമ്പൗണ്ടിന്റെ മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ ദേ വിൽ സൂപ്പർ ഇമ്പോസ് ഈച്ച് അതർ, അതായത് രണ്ടും ഒരുപോലെ ഇരിക്കും. അപ്പൊ അങ്ങനെ ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന മിറർ ഇമേജുകളുള്ള കോമ്പൗണ്ടുകൾ നമ്മൾ പറയും ദേ ആർ നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്. അതായത് ഈ ഒരു സ്പീഷ്യസിന് സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞതുപോലെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കില്ല. എന്നാൽ റാദർ ദാൻ ദിസ് വൺ, ഈ ഒരു കോമ്പൗണ്ടിലേക്ക് വരികയാണെങ്കിൽ, ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ നമ്മൾ പറഞ്ഞു വെച്ചു എന്തുണ്ട്, ദർ ഈസ് ആൻ എക്സ്ട്രാ അഡാപ്റ്റേഷൻ ഉണ്ട് അല്ലെ. നേരത്തെയുള്ള കോമ്പൗണ്ടിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ അഡാപ്റ്റേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒബ്ജക്റ്റിന്റെ മിറർ ഇമേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മിറർ ഇമേജുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. കാരണം ഇത് നമ്മൾ എടുത്ത് ഇതിന് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് രണ്ടും എന്താവില്ല, സിമിലർ ആവില്ല. വിച്ച് മീൻസ് ദിസ് വിൽ ഹാവ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഇതിനുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉള്ളത് കൊണ്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് വാട്ട് വി കോൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള കോമ്പൗണ്ടുകൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദേ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. നമ്മളൊരു ഒബ്ജക്റ്റിന്റെ കേസ് പറഞ്ഞതാണ്. ഇതുപോലെ നമ്മൾ കോമ്പൗണ്ടുകളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ഒരു കോംപ്ലക്സ്, ഇവിടെ കൊബാൾട്ട് ഉണ്ട്, അതുപോലെ 3 EN ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഇങ്ങനെയാണ്, വെദർ ദിസ് കോമ്പൗണ്ട് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഓർ നോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തരിക സ്ട്രക്ചർ മാത്രമായിരിക്കും. അതായത് COEN ത്രൈസ്, ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ചാർജും ഉണ്ടാവും, N+ എന്ന് പറഞ്ഞൊരു ചാർജ് ഉള്ള കോംപ്ലക്സ് ആണ് നിങ്ങൾക്ക് തരിക എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു കോംപ്ലക്സിൽ നമ്മൾ ആദ്യം അതിന്റെ ഇമേജ് വരച്ചു നോക്കുക. നമുക്കറിയാം CO കൊബാൾട്ട് 3 EN ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. കാരണം EN എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഇറ്റ് ഈസ് വാട്ട് വി കോൾ ഒരു ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണ് അല്ലെ. അതായത് രണ്ട് കോർഡിനേഷൻ സൈറ്റുകളിലേക്ക് ബോണ്ട് ചെയ്യുന്ന ഒരു ലിഗാൻഡ് ആണ് EN എന്ന് പറയുക. അപ്പോ അത് മൊത്തം 6 സൈറ്റുകളിലേക്ക് കൊബാൾട്ടിന്റെ ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ 1, 2, 3, 4, 5 and 6 6 സൈറ്റുകളിലേക്ക് ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോംപ്ലക്സ് ഇങ്ങനെയായിരിക്കും നമുക്ക് വരയ്ക്കാൻ പറ്റുക. അതായത് ഒക്ടാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും ഈ ഒരു കോംപ്ലക്സിന് ഉണ്ടാവുക. ഇനി ഈ ഒരു കോംപ്ലക്സിന്റെ മിറർ ഇമേജ് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോംപ്ലക്സിന്റെ മിറർ ഇമേജ് ഇങ്ങനെയാ വരിക അല്ലെ. ഈസ് ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഓർ നോട്ട്? അതെ. കാരണം നമ്മൾ ഈ സാധനം ഇവിടുന്ന് പിക്ക് ചെയ്ത് ഇതിന്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത് രണ്ടും എന്തല്ല, ഒരുപോലെയല്ല. സോ വിച്ച് മീൻസ് ഇറ്റ് വിൽ ഫോം a non-super impossible mirror image, or we can say that this complex is what optically active ആണെന്ന് പറയാം. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, നമ്മുടെ രണ്ട് കൈകൾ നമ്മൾ പറയാറുണ്ട്, they are what we call non super impossible ആണ്. കാരണം ഈ ഒരു കൈയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും മിറർ ഇമേജുകൾ പോലെയാണ് എക്സിസ്റ്റ് ചെയ്യുക. പക്ഷേ നമുക്ക് ഇത് രണ്ടും കൂടി നോൺ സൂപ്പർ ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ബിക്കോസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും they are ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസുകളായിരിക്കും.
നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജുകളായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കൈകൾ നമുക്ക് പറയാം എന്താണ്, ഇതുപോലെയാണ് മോളിക്യൂൾസ് എന്നുണ്ടെങ്കിൽ ദേ ആർ വാട്ട് വി കോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് എന്ന് പറയാം. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഇനി നമ്മള് കോംപ്ലക്സുകളുടെ കേസിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ചെക്ക് ചെയ്താൽ ഇതുപോലെയാണ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അതായത് സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആണെന്ന് വിചാരിക്കുക. അതായത് ക്രോമിയം ഉണ്ട്, അതില് 2 വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, അതായത് കോംപ്ലക്സ് നമ്മൾ എഴുതുകയാണെങ്കിൽ COH2O 2 ടൈംസ് ഉണ്ട്. പിന്നെ 2 NH3 ഉണ്ട്, 2NH3. പിന്നെ Br2 എന്ന് പറയുന്നൊരു കോംപ്ലക്സ് ആണെന്ന് വിചാരിക്കുക. പ്ലസ് എന്നൊരു കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ കോംപ്ലക്സ് വരച്ചു നോക്കുക. നമ്മൾ ഇവിടെ മൊത്തം കോർഡിനേഷൻ നമ്പർ നോക്കുകയാണെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്, അക്വ. സോ ബൈ 2 കോർഡിനേഷൻ സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുന്നു. 2 കോർഡിനേഷൻ സൈറ്റുകളെ വാട്ടർ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞതുപോലെ ബ്ലോക്ക് ചെയ്യുന്നു. ദെൻ 2 NH3 ഗ്രൂപ്പുകൾ, അതായത് ഇവിടെ NH3 ഗ്രൂപ്പ് ഉണ്ട്, ഹിയർ വി ഹാവ് അനദർ NH3 ഗ്രൂപ്പ്. ദെൻ 2 Br ഗ്രൂപ്പുകൾ, ഇവിടെ 2 Br ഗ്രൂപ്പുകളും ഉണ്ട് അല്ലെ. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ദ കോംപ്ലക്സസ്. നമ്മൾ ഈ കോംപ്ലക്സിന്റെ മിറർ ഇമേജ് വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇങ്ങനെയായിരിക്കും മിറർ ഇമേജ് വരിക. അതായത് ഇവിടെയുള്ള H2O മോളിക്യൂൾ ഇവിടെ വരും, ഇവിടെയുള്ള NH3 മോളിക്യൂൾ ഇവിടെ വരും, ആൻഡ് Br2 2 ഈ സൈഡിൽ വരും. മുകളിലുള്ള H2Oയും താഴെയുള്ള NH3ക്കും മാറ്റമില്ല, ദേ വിൽ എക്സിസ്റ്റ് ആസ് സച്ച് അല്ലെ. സോ ഇതിന്റെ മിറർ ഇമേജ് ഇതാണ്. ഫൈൻ. ഇനി നമ്മൾ ഈ ഒരു കോംപ്ലക്സിനെ ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതായത് മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം അല്ലെ. സോ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് ഇതുപോലെ ഒരു കോംപ്ലക്സ് കിട്ടും അല്ലെ. സോ ഇത് രണ്ടും എന്താണ്, ദേ ആർ വാട്ട് വി കോൾ സിമിലർ ആയിട്ടുള്ള കോംപ്ലക്സ് ആണ്. പക്ഷേ നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് വാട്ട് വി കോൾ എന്താണെന്ന്, ഒരു മിറർ ഇമേജ് ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ ദിസ് ഇസ് വാട്ട് വി കോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോംപ്ലക്സ് ആണ് എന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ നോക്കിയാൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, പക്ഷെ ഈ ഒരു സ്ട്രക്ചർ എന്തല്ല, ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. അപ്പോ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു കോംപ്ലക്സ് വരയ്ക്കുമ്പോൾ ആ കോംപ്ലക്സ് വെറുതെ മിറർ ഇമേജ് ആയാൽ മാത്രം പോരാ, സേ അതിന്റെ റൊട്ടേഷൻ നിങ്ങൾ നോക്കിയാൽ ഇതിന് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലും സെയിം മോളിക്യൂൾ തന്നെയാണ് അല്ലെ. ഫൈൻ. അപ്പൊ ഈ മോളിക്യൂൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, ഇതുപോലെ വേണമെങ്കിലും വരയ്ക്കാം. സോ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ വാട്ട് വി കോൾ എന്താണ്, സിമിലർ കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ കോംപ്ലക്സ് ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആവുമോ? ഇല്ല. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, അതായത് വെദർ ദിസ് കോംപ്ലക്സ് ഈസ് ആൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്. നമ്മൾ വെറുതെ സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. പക്ഷെ നമ്മളതിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദീസ് 2 കോംപ്ലക്സസ് ആർ സിമിലർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. ഓർ നമുക്ക് പറയാം ഈ കോംപ്ലക്സ് എന്തെല്ലാം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോംപ്ലക്സ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനി മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയുമാണ് നമ്മൾ ഒപ്റ്റിക്കലി ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുക. ഫൈൻ. അപ്പോ നമുക്ക് പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവണം ഒരു കോമ്പൗണ്ട് എന്നുണ്ടെങ്കിൽ എന്തുമാത്രം നോക്കിയാൽ മതി, അതിന്റെ മിറർ ഇമേജ് നോക്കുക, ദെൻ അതിന്റെ 180 ഡിഗ്രി റൊട്ടേഷൻ നോക്കുക. ഇഫ് ദേ 2 ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ വാട്ട് വി കോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഐസോമെറിസം എന്നതുമായി ബന്ധപ്പെട്ട്. നമ്മൾ ജോമെട്രിക്കൽ ഐസോമെറിസത്തെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഐസോമെറിസത്തെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഐസോമെറിസത്തെ കുറിച്ച് പറഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് ഈ പറയുന്ന ഐസോമെറിസം എന്ന് പറയുന്നത്. നമ്മൾ നെയിമിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഐസോമെറിസത്തെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കോർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചർ ഓർ ബോണ്ടിങ് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി വെർണർ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ലെ. അതുപോലെ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട 2 തിയറീസ് ഉണ്ട്. ഒന്ന് വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്നത്, വേറൊന്ന് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ 2 തിയറീസിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ ആദ്യത്തെ തിയറിയിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ വാലൻസ് ബോണ്ട് തിയറി എന്നുള്ളത്. സോ എന്താണ് വാലൻസ് ബോണ്ട് തിയറി പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു കോർഡിനേഷൻ കോംപ്ലക്സില് നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം ഏതാണോ നമ്മൾ സെൻട്രൽ ആയിട്ട് എഴുതുന്ന സെൻട്രൽ മെറ്റൽ ആറ്റം, ആ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞതുപോലെ അതിന്റെ വേക്കന്റ് അല്ലെങ്കിൽ അൺഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹൈബ്രിഡൈസേഷൻ ഉണ്ടാക്കുന്നു. ഓക്കെ, സോ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്റർമിക്സിംഗ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽസ് ടു ഫോം ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി ആൻഡ് സെയിം ഷേപ്പ് എന്നുള്ളതാണ്. അപ്പൊ വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ എന്താണ് സെൻട്രൽ മെറ്റൽ ആറ്റം ഈ പറയുന്ന ഒരു ഹൈബ്രിഡൈസേഷൻ ഉണ്ടാക്കുന്നു.
ആൻഡ് ആ ഹൈബ്രിഡ് ഓർബിറ്റലിലേക്ക് ലിഗാൻഡുകൾ ഇലക്ട്രോണിനെ കൊടുത്തുകൊണ്ട് ബോണ്ട് ഫോം ചെയ്യുന്നു എന്നാണ് ആര് പറഞ്ഞു വെക്കുക? വി കോൾ ഇറ്റ് ആസ് വാലൻസ് ബോണ്ട് തിയറി അല്ലെങ്കിൽ VB തിയറി പറഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ പറയുന്ന ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഹൈബ്രിഡ് ഓർബിറ്റിലേക്ക് ഇലക്ട്രോണിനെ കൊടുത്തുകൊണ്ട് ലിഗാൻഡുകൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോൺ റിപ്പൽഷൻ, ഇലക്ട്രോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ ഉണ്ടാവും. ആ റിപ്പൽഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജോമെട്രിയിൽ അലൈൻ ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ മോളിക്യൂൾസിന് സ്പെസിഫിക് ആയിട്ടുള്ള ജോമെട്രി ഉണ്ടാവും എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? BB തിയറി പറഞ്ഞിരിക്കുന്നു. അതില് നമ്മൾ പറയും പ്രധാനമായിട്ട് നമ്മൾ 3 തരം കോംപ്ലക്സുകളെ കുറിച്ചാണ്, 3 തരം ജോമെട്രീസിനെ കുറിച്ചാണ് പറഞ്ഞു വെക്കുക. ഒന്ന് ടെട്രാഹിഡ്രൽ ജോമെട്രി, വേറൊന്ന് സ്ക്വയർ പ്ലാനർ ജോമെട്രി, അതുപോലെ തന്നെ ഒക്ടാഹിഡ്രൽ കോംപ്ലക്സുകൾ. നമുക്കറിയാം ടെട്രാഹിഡ്രൽ ജോമെട്രി സാധാരണ ഉണ്ടാക്കുക ഏത് തരം ഹൈബ്രിഡൈസേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ sp3, അതായത് ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും കൂടി ചേരുന്ന sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് എന്ത് ചെയ്യുക? ടെട്രാഹിഡ്രലി അലൈൻ ചെയ്യപ്പെടുക. ആൻഡ് ഒരു d ഓർബിറ്റല്, ഇന്നർ d ഓർബിറ്റലും ഒരു എസും 2 പിയും വരുന്ന dsp2 ഹൈബ്രിഡൈസേഷൻ ആണ് സാധാരണ സ്ക്വയർ പ്ലെയിനാർ ജോമെട്രി എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഒക്ടാഹിഡ്രൽ ജോമെട്രി പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ D2sp3 വരാം, അല്ലെങ്കിൽ sp3d2. ഈ 2 ഹൈബ്രിഡൈസേഷൻ വരുന്ന കോംപ്ലക്സുകളാണ് സാധാരണ ഉണ്ടാക്കുക ഒക്ടാഹിഡ്രൽ ജോമെട്രി ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ നമുക്കൊരു മോളിക്യൂളിന്റെ ജോമെട്രി എന്താണ് എന്നുള്ളത് ബൈ മീൻസ് ഓഫ് ഹൈബ്രിഡൈസേഷൻ നമുക്ക് പറയാനായിട്ട് പറ്റും. അതാണ് നമ്മൾ VB തിയറിയുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു വെക്കുക. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? സോ ദിസ് ഇസ് ഓൾ അബൌട്ട് VB തിയറി എന്നുള്ളത് ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ എക്സാമ്പിൾസിലേക്ക് വരികയാണ്. സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞിരുന്നു, അതായത് ദാറ്റ് ഈസ് ലീനിയർ ആണെന്നുണ്ടെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയുള്ള കോംപ്ലക്സുകൾ ലീനിയർ കാണിക്കാറുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും പറഞ്ഞു വെക്കുക സ്ക്വയർ പ്ലെയിനാർ, ടെട്രാഹിഡ്രൽ, ഒക്ടാഹിഡ്രൽ കോംപ്ലക്സുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ ഓരോ കോംപ്ലക്സുകളുടെയും കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പറഞ്ഞതുപോലെ VB തിയറി ഉപയോഗിച്ച് അവയുടെ ഹൈബ്രിഡൈസേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് VB തിയറി അനുസരിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക ഇങ്ങനെയായിരിക്കും. അതായത് ഒരു കോംപ്ലക്സ് നിങ്ങൾക്ക് തരും, എന്നിട്ട് എക്സ്പ്ലെയിൻ ദ ജോമെട്രി ആൻഡ് ഹൈബ്രിഡൈസേഷൻ ഓഫ് ദ കോംപ്ലക്സ് ഓൺ ബിഹാഫ് ഓഫ് VB തിയറി എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഫോർ എക്സാമ്പിൾ നമ്മൾ FeCN 6 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് വിചാരിക്കുക. ആ കോംപ്ലക്സിന്റെ ജോമെട്രി ആൻഡ് ഹൈബ്രിഡൈസേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം CN എന്ന് പറയുന്നത് -1 ചാർജ് ആണ്. അപ്പോൾ 6 CN ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ, അതായത് FeCN -1 ആണ്. സോ 6 CN ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓരോന്നിനും -1 വീതം -6 ചാർജ് ഉണ്ടാവും. അതിൽ മൊത്തമായിട്ട് ഈ കോംപ്ലക്സിൽ എത്രയുണ്ട്? 4 ചാർജ് പുറത്തുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ Fe എന്ന് പറയുന്നത് ചാർജ് എത്രയായിരിക്കും? -6 -4 പുറത്ത്. -2 ചാർജിനെ അയൺ കോമ്പൻസേറ്റ് ചെയ്യുന്നു. സോ Feയുടെ ചാർജ് വരിക 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. നമ്മൾ ഈ ഒരു കോംപ്ലക്സ് നമുക്ക് പറയാൻ പറ്റും Fe എന്ന് പറയുന്നത് എത്രയാണ്? 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ നോക്കേണ്ടത് Fe2+ എന്ന് പറയുമ്പോൾ അതിൽ എത്ര d ഓർബിറ്റൽ ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം Fe2+ എന്ന് പറയുമ്പോൾ എത്ര d ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുക? സോ നമ്മൾ നോക്കേണ്ടത് എത്ര d ഓർബിറ്റൽസ് ആണ്? ദാറ്റ് ഈസ് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, അയൺ എന്നുള്ളതാണല്ലോ അതിന്റെ ഓർഡർ വരിക അല്ലെ? അപ്പോ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ എന്ന് പറയുമ്പോൾ Fe2+ എന്ന് പറയുന്നത് ഈസ് വാട്ട് വി കോൾ D6 കോൺഫിഗറേഷൻ ആണ് Fe2+ വരിക. ഓക്കെ, അതായത് ആക്ച്വലി വരുന്ന D6s2 എന്നുള്ളതാണ്. 3d6 4s2 എന്നുള്ളതാണ് അയണിന്റെ ബാലൻസ് കോൺഫിഗറേഷൻ. 2 ഇലക്ട്രോൺസ് 4sൽ നിന്ന് പോകുന്നു എന്നുള്ളത് കൊണ്ട് എന്തായിരിക്കും വരിക? 3d6 കോൺഫിഗറേഷൻ ആണ് വരിക. ഓക്കെ, അപ്പോ 3d6 കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എങ്ങനെ നമ്മൾ സാധാരണ എഴുതുക? ഓരോ ഇലക്ട്രോൺ വീതം ആദ്യം കൊടുക്കും അല്ലെ? 1 2 3 4 5. ദെൻ ഒരു ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്യുന്നു? പെയർ ചെയ്യുന്നു. ഇതാണ് Fe2+ന്റെ കോൺഫിഗറേഷൻ വരിക. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ Feയുടെ കൂടെ, അതായത് ഈ കോംപ്ലക്സിലുള്ള ലിഗാൻഡ് ഏതാണ് എന്ന് നോക്കുക. നമ്മൾ VB തിയറിയിൽ പറയും COCN NH3 അല്ലെങ്കിൽ EN NO2 ഇതുപോലെയുള്ള ലിഗാൻഡുകളെ നമ്മൾ വിളിക്കുക സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്നാണ് പറഞ്ഞു വെക്കുക.
അതായത് ഇങ്ങനെയുള്ള ലിഗാൻഡുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് സ്ട്രോങ് ഫീൽഡ് ആവുന്നു എന്നുള്ളത് ക്രിസ്റ്റൽ ഫീൽഡ് രീതിയിലാണ് പറയുക. നമ്മൾ പറയും ഇങ്ങനെയുള്ള ലിഗാൻഡുകൾ ഇവയെ നമ്മൾ വിളിക്കുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്നാണ്. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലിഗാൻഡുകൾ നമ്മുടെ കോംപ്ലക്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പെയറിംഗ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഈ പറയുന്ന ഡി ഓർബിറ്റൽ ഇലക്ട്രോൺസ് പെയർ ചെയ്യപ്പെടും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഉള്ളത് CN ആണ്. CN ഈസ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? പെയറിംഗ് ഓഫ് ഡി ഓർബിറ്റൽ ഇലക്ട്രോൺസ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ 6 ഇലക്ട്രോൺസ് ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നു? പെയർ ചെയ്യപ്പെടുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 2 3 4 5 6 എന്ന രീതിയിൽ ഈ 6 ഇലക്ട്രോൺസ് പെയർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക? Fe2+ന്റെ ഇൻ പ്രസൻസ് ഓഫ് CN- വരുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് 3 ഇലക്ട്രോൺസ് വീതം എന്ത് ചെയ്യുന്നു? പെയർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ് അല്ലെ. 6 CN ലിഗാൻഡുകൾ ഇതിലേക്ക് അപ്രോച്ച് ചെയ്യണം. അപ്പൊ 6 കോർഡിനേഷൻ നമ്പർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണം. നമുക്കറിയാം വേക്കന്റ് ഓർബിറ്റൽസ് മാത്രമാണ് ഇവിടെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുക. സോ ഇവിടെ 6 വേക്കന്റ് ഓർബിറ്റൽസ് വേണം. നമുക്കറിയാം ഇവിടെ ഓൾറെഡി 2 ഡി ഓർബിറ്റൽസ്, ഈ 2 ഡി ഓർബിറ്റൽസ് എന്താണ്? വേക്കന്റ് ആണ്. ആൻഡ് ഈ പറയുന്ന അടുത്ത ഫോറസ് ഓർബിറ്റൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? വേക്കന്റ് ഓർബിറ്റലായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇപ്പോഴും 3 എണ്ണമേ ആയുള്ളൂ അല്ലെ. ഓക്കെ, അതായത് D2S മാത്രമേ ആയിട്ടുള്ളൂ. ഇത് ഡി ഓർബിറ്റൽസ് ആണ്. നമ്മൾ 2 ഡി ഓർബിറ്റല്, 1 S ഓർബിറ്റല്, ഇനി ബാക്കി 3 ഓർബിറ്റൽസ് കൂടി വേണം. അപ്പൊ നമ്മൾ പറയും എന്താണ്? ബാക്കിയുള്ള 3 P ഓർബിറ്റൽസ് കൂടി. ഓക്കെ, 4P ഓർബിറ്റൽസ് കൂടി. അങ്ങനെ മൊത്തം ഇവിടെ 6 ഓർബിറ്റൽസിന്റെ ഒരു ഹൈബ്രിഡൈസേഷൻ ഉണ്ടാവും. ആൻഡ് ഒബ്വിയസ്ലി നമുക്കറിയാം ഇവിടെ ഇന്നർ ഡി ഓർബിറ്റൽസ് ആണ് എന്ത് ചെയ്തത്? ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തത്. അതായത് 3Dയിലുള്ള ഡി ഓർബിറ്റലാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തത്. അതുകൊണ്ട് ദിസ് ഹൈബ്രിഡൈസേഷൻ ഈസ് നോൺ ആസ് D2sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും ഇതിനുണ്ടാവുക. ഓക്കെ, അപ്പൊ D2sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പൊ ഇന്നർ ഓർബിറ്റൽസ് പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് വി കോൾ ഇറ്റ് ആസ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞു വെക്കും. സോ ദിസ് ഇസ് ആൻ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. ആൻഡ് ഹൈബ്രിഡൈസേഷൻ ഈസ് D2sp3 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു D2sp3 ഹൈബ്രിഡൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ജോമെട്രി എന്തായിരിക്കും? അതായത് 6 ഡി ഓർബിറ്റൽസിനെ അക്കോമഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജോമെട്രി എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഒക്ടാഹിഡ്രൽ ജോമെട്രി ആയിരിക്കും വരിക. അപ്പോ നമ്മൾ പറയുന്ന ഒക്ടാഹിഡ്രൽ ജോമെട്രിയിലെ Fe, ഓക്കെ, അയൺ ഇവിടെ ഓക്യുപ്പൈ ചെയ്യും സെൻട്രലി. ഈ അയണിന്റെ ഈ പറയുന്ന 6 ഡി ഓർബിറ്റൽസ് എന്ത് ചെയ്യുന്നു? ഇതുപോലെ അലൈൻ ചെയ്യപ്പെടുന്നു. അതിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞതുപോലെ CN ലിഗാൻഡുകള് വന്ന് 2 ഇലക്ട്രോൺസിന് വീതം CN ലിഗാൻഡുകൾ ഈ വേക്കന്റ് ഹൈബ്രിഡ് ഓർബിറ്റൽസിലേക്ക് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്ത് നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാവുന്നു എന്ന് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു കോംപ്ലക്സിന്റെ ജോമെട്രി ആൻഡ് ഹൈബ്രിഡൈസേഷൻ എന്ത് ചെയ്യുക? VB തിയറി ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫൈൻ, ഓക്കെ ആണോ ഈ പറഞ്ഞ കാര്യം? ആൻഡ് നമുക്ക് ഇങ്ങനെ ഹൈബ്രിഡൈസേഷൻ പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും സ്വാഭാവികമായിട്ടും ഇവിടെ ഈ 6 ഇലക്ട്രോൺസും പെയർഡ് ആണ് അല്ലെ. 6 ഇലക്ട്രോൺസും പെയർഡ് ആണ് എന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറയാം. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ സാധാരണ പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞു വെക്കുക, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുക. സോ ഇവിടെ 6 ഇലക്ട്രോൺസും പെയർഡ് ആയതുകൊണ്ട് ദിസ് ഇസ് വാട്ട് ഈക്വൽ എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആണ് ഈ ഒരു കോമ്പൗണ്ട് എന്ന് കൂടി നമ്മൾ പറഞ്ഞു വെക്കും. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? പ്രശ്നമുണ്ടോ? അപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, ദെൻ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ നമ്മുടെ കയ്യിലുള്ളത് എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണുകൾ പെയർ ചെയ്യപ്പെടും. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ പെയറിംഗ് നടക്കില്ല. നമ്മൾ ഇങ്ങനെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. ദെൻ വേക്കന്റ് ഡി ഓർബിറ്റൽസ് എത്ര എണ്ണം വേണം അതിനനുസരിച്ച് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എഴുതും. അതനുസരിച്ച് നമ്മൾ എന്ത് പറയും? ജോമെട്രി പറയും. ദെൻ ഈ പറഞ്ഞതുപോലെ പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, വെദർ ദർ ഈസ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഓർ നോട്ട് എന്നുള്ളതനുസരിച്ചിട്ട്. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഫൈൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു കോംപ്ലക്സ് എന്ന് വിചാരിക്കുക. അതായത് CONH3 6 times 3+. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പാരാമാഗ്നറ്റിക്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ്, അല്ലെങ്കിൽ ഈ കോംപ്ലക്സ് തന്നിട്ട് ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് CONH3 6 times 3+ എന്ന് പറയുന്നതിന്റെ ജോമെട്രി ആൻഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ നമുക്കറിയാം NH3 എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡ് ആണ്.
സോ ഇവിടെ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദാറ്റ് ഈസ് കൊബാൾട്ട് ഈ പറഞ്ഞതുപോലെ എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഓവറോൾ 3+ ഉള്ളത് കൊണ്ട് 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോ കൊബാൾട്ടിന്റെ ബാലൻസ് കോൺഫിഗറേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പോ ജനറൽ കൊബാൾട്ടിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ദാറ്റ് ഈസ് 3d7 4s2 എന്നുള്ളതാണ്. അപ്പോ കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക? 3 ഇലക്ട്രോൺസ് ഇതിൽ നിന്ന് നഷ്ടപ്പെടും. 4s 2 ഇലക്ട്രോണും 3d 1 ഇലക്ട്രോണും. അപ്പൊ എന്ത് വരും? 3d6 4s0 എന്നുള്ളതാണ് കൊബാൾട്ട് 3+ന്റെ കോൺഫിഗറേഷൻ വരിക. അപ്പോ നമ്മൾ കൊബാൾട്ട് 3+ന്റെ കോൺഫിഗറേഷൻ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കൊബാൾട്ട് 3+ വരിക? കൊബാൾട്ട് 3+ 3d ഓർബിറ്റൽസ് ആണ്. സോ 6 ഇലക്ട്രോൺസ് നമ്മൾ എന്ത് ചെയ്യും? 1 2 3 4 5 and 6 എന്ന രീതിയിലാണ് ഇത് വരിക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. സോ ദിസ് ഇസ് വാട്ട് യു കോൾ 4s ഓർബിറ്റൽ ആണ്. ദിസ് ഇസ് വാട്ട് യു കോൾ എന്താണ്? ഈ പറഞ്ഞതുപോലെ 4p ഓർബിറ്റൽ ആണ്. ഇത് വേക്കന്റ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കൂടെയുള്ള ലിഗാൻഡ് ഏതാണ്? നമുക്കറിയാം കൂടെയുള്ള ലിഗാൻഡ് എന്താണ്? ഈ പറഞ്ഞതുപോലെ അമോണിയ ലിഗാൻഡ് ആണ്. സോ അമോണിയ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് അല്ലെ. അപ്പോ സ്വാഭാവികമായിട്ടും സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഈ പറയുന്ന പെയറിംഗ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ പെയറിംഗ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊബാൾട്ട് 3+ന്റെ കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പെയറിംഗ്, അതായത് ഇലക്ട്രോൺസ് പെയർ ചെയ്യും. 6 ഇലക്ട്രോൺസ് എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇതുപോലെ പെയർ ചെയ്യപ്പെടും. അപ്പൊ നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് കോർഡിനേഷൻ നമ്പർ എത്രയാണ്? എത്ര ഉണ്ട്? ഇവിടെ 6 അമിനോ ലിഗാൻഡുകൾ വന്നിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കണം. ഓർ 6 വേക്കന്റ് ഓർബിറ്റൽസ് ഇവിടെ ഉണ്ടാവണം. നമ്മൾ നോക്കുകയാണ് ഇവിടെ എത്ര വേക്കന്റ് ഓർബിറ്റൽസ് ഉണ്ട്. ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലെ. ആൻഡ് വി ഹാവ് വാട്ട്? ഇനി എസ് ഓർബിറ്റലിലെ ഒരു വേക്കന്റ് ഓർബിറ്റലിനെ എടുക്കാം. അതുപോലെ പിയിലുള്ള 3 വേക്കന്റ് ഓർബിറ്റൽസ് എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കും എന്ത്? ഹൈബ്രിഡൈസേഷൻ. സോ ദ ഹൈബ്രിഡൈസേഷൻ ഈസ് വാട്ട്? നമ്മൾ പറയും D2sp3 ഹൈബ്രിഡൈസേഷൻ ആണ് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ D2sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ജോമെട്രി എന്താണ് വരിക? ഒക്ടാഹിഡ്രൽ ജോമെട്രി ആണ് വരിക. ഫൈൻ, ഒക്ടാഹിഡ്രൽ ജോമെട്രി ആണ്. ആൻഡ് ഇത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണോ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണോ? ഇവിടെ ഇന്നർ d ഓർബിറ്റൽസ് ആണ്. 3d ഓർബിറ്റൽ ആണ് ഇലക്ട്രോണിക് ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആൻ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണിത് എന്ന് പറയാനായിട്ട് പറ്റും. ഫൈൻ. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ ഇലക്ട്രോൺസും എന്താണ്? പെയർഡ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് വാട്ട് യു കോൾ എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഇതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം. അതായത് കൊബാൾട്ട് എന്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്? കൊബാൾട്ട് 3+ ആണ് ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? ഇവിടെ അമോണിയ വരുന്നത് കൊണ്ട് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്, അതുകൊണ്ട് പെയറിംഗ് നടക്കുന്നു. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ആൻഡ് യു ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ hybridization of this complex and what is the geometry of this complex, whether it is an inner orbital complex or an outer orbital complex, then അതിന്റെ magnetic behavior. Is that clear? Yeah. Then നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. That is ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വിചാരിക്കുക. അതായത് the question given is COF63-. ഈ കോംപ്ലക്സിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ COF63- പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് എന്താണ്? ദാറ്റ് ഈസ് ഈ പറയുന്ന കോംപ്ലക്സിലെ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമുക്കറിയാം ഫ്ലൂറിൻ ഇവിടെ എത്രയാണ് വരിക? -1 ആണ് അല്ലെ. ഫ്ലൂറിഡോ ലിഗാൻഡ് ആണ്, -1 ആണ്. അപ്പൊ -6, ആ -6 ഒരു -3 ചാർജ് പുറത്തുണ്ട് അല്ലെ. അപ്പൊ അവിടെ +3 ചാർജ് എന്ത് ചെയ്യുന്നു? കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ -3 ചാർജ് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നു. സോ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അപ്പൊ എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോ അഗെയിൻ നമ്മൾ കൊബാൾട്ടിന്റെ ഈ പറയുന്നത് പോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് വാട്ട് എത്രയാണ്? 3d7 4s2 എന്നുള്ളതാണ് കൊബാൾട്ടിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ. ആൻഡ് ഇവിടെ കൊബാൾട്ട് അഗെയിൻ എന്ത് തന്നെയാണ്? 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ. അപ്പോ 3 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ 3d6 4s0 എന്നുള്ളതായിരിക്കും എന്ത് വരിക? കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക. ആൻഡ് നമ്മൾ ഇവിടെ നോക്കേണ്ട കാര്യം ഇത് ഫ്ലൂറിഡോ ലിഗാൻഡ് ആണ് അല്ലെ.
സോ ഫ്ലൂറിഡോ ലിഗാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്, ഇറ്റ് ഈസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോ അവിടെ പെയറിംഗ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. സോ ദർ ഈസ് നോ പെയറിംഗ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ഓക്കെ, അവിടെ പെയറിംഗ് നടക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊബാൾട്ട് 3+ എന്ന് പറയുന്നതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റസ് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇത് 3D ഓർബിറ്റൽസ് ആണ്. 6 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ 1 2 3 4 5 ഡീജനറേറ്റ് ആയതിന് ഓരോ ഇലക്ട്രോൺ വീതം കൊടുത്തു. ദെൻ 6ാമത് ഇലക്ട്രോൺ ദാ ഇവിടെ വരും. ഇതാണല്ലോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇനി നമുക്ക് ഇവിടെ കോർഡിനേഷൻ നമ്പർ 6 ആണ് അല്ലെ. അപ്പൊ ഇവിടെ 6 ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കേണ്ടത്. അതായത് 6 വേക്കന്റ് ഓർബിറ്റൽസ് വേണം. അപ്പൊ നമ്മൾ 6 വേക്കന്റ് ഓർബിറ്റൽസിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് 4s ഓർബിറ്റൽ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് 4s ആൻഡ് ദിസ് ഇസ് വാട്ട് യു കോൾ 4p. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തുണ്ട്, ഈ പറഞ്ഞ പോലെ 4d ഓർബിറ്റൽസ് ഉണ്ട് അല്ലെ. 4d ഓർബിറ്റൽസ്. അപ്പൊ നമ്മള് 4sലുള്ള ഒരു വേക്കന്റ് ഓർബിറ്റലിനെ നമ്മൾ ഹൈബ്രിഡൈസേഷനിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ചു. ദെൻ 4pയിലുള്ള 3 വേക്കന്റ് ഓർബിറ്റൽസിനെ ഹൈബ്രിഡൈസേഷനിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ചു. ഇനി ഇപ്പോ എത്ര ഇലക്ട്രോൺസ് ആയി, ഓർബിറ്റൽസ് ആയി? ദാറ്റ് ഈസ് 1 3 4 ഓർബിറ്റൽസ് മാത്രമേ ആയുള്ളൂ. അതായത് sp3 3 ഓർബിറ്റൽസ് മാത്രമേ ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ് ചെയ്യിച്ചിട്ടുള്ളൂ അല്ലെ. ഇനി നമുക്ക് എന്തുകൂടി വേണം, 2 ഓർബിറ്റൽസ് കൂടി വേണം. ആ 2 ഓർബിറ്റൽസ് നമ്മൾ പറയും എവിടെ നിന്നാണ്, അടുത്ത 4dയിലുള്ള 2 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 2 ഓർബിറ്റൽസ് കൂടി എടുക്കും. സോ ദ ടോട്ടൽ ഹൈബ്രിഡൈസേഷൻ എത്രയായിട്ട് മാറും? ദാറ്റ് ഈസ് ഈക്വൽ ടു sp3d2 ഹൈബ്രിഡൈസേഷൻ വരും. ഈസ് ഇറ്റ് ക്ലിയർ? ബിക്കോസ് ഇവിടെ പെയർഡ് ഇലക്ട്രോൺസ് അല്ല, എല്ലാം എന്താണ് ഈ പറഞ്ഞ ഇലക്ട്രോൺസ് സാധാരണ ഈ പറഞ്ഞതുപോലെ പെയറിംഗ് നടക്കുന്നില്ല. അപ്പൊ വേക്കന്റ് ഓർബിറ്റൽസ് വേണം നമുക്ക് എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ ഔട്ടർ ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ്, അതായത് 4dയിലുള്ള ഓർബിറ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നു. ക്ലിയർ? അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഹൈബ്രിഡൈസേഷൻ. സോ ഇതാണ് ഹൈബ്രിഡൈസേഷൻ എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് sp3d2 ആണെങ്കിൽ ജോമെട്രി എന്ത് തന്നെയാണ്, ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഒക്ടാഹെഡ്രൽ ജോമെട്രി തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒക്ടാഹെഡ്രൽ ജോമെട്രി തന്നെയാണ് ഇവിടെ വരിക. ആൻഡ് വൺ മോർ തിങ്, ഇത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണോ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണോ? ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഡി ഓർബിറ്റൽ എന്ന് പറയുന്നത് 4dയിലുള്ള ഓർബിറ്റൽ ആണ് എന്നുള്ളത് കൊണ്ട്, ഔട്ടർ ഓർബിറ്റൽ ആണ് എന്നുള്ളത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ് എന്ന് പറയാം. ഫൈൻ. അപ്പോ ജോമെട്രി ഒക്ടാഹെഡ്രൽ തന്നെ, പക്ഷെ ഇവിടെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടെ വരുന്ന എന്താണ്, ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഒരു ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഫൈൻ. ഇനി വൺ മോർ തിങ്, നമ്മൾ ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു കോംപ്ലക്സിന്റെ കേസിൽ ഇത് പാരാമാഗ്നറ്റിക് ആയിരിക്കുമോ ഡയാമാഗ്നറ്റിക് ആയിരിക്കുമോ? ദിസ് ഇസ് വാട്ട് യു കോൾ പാരാമാഗ്നറ്റിക് കോംപ്ലക്സ് ആയിരിക്കും. കാരണം ഇതിലെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് വാട്ട് യു കോൾ പാരാമാഗ്നറ്റിക് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോ വീക്ക് ഫീൽഡ് വരുമ്പോഴും സ്ട്രോങ് ഫീൽഡ് വരുമ്പോഴുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ VB തിയറി അനുസരിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു കോംപ്ലക്സിന്റെ പ്രോപ്പർട്ടീസ് പറയാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ കുറച്ച് എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അത് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യും.